അല്ലാഹുവിൻ്റെ മലക്കുകൾ വന്നിരിക്കുകയും പ്രാർത്ഥനകൾക്ക് ആമീൻ ചൊല്ലുകയും നമ്മുടെ ഇമാമുമാർ വലദ്ദാല്ലീൻ എന്ന് ചൊല്ലിയാൽ ഇമാം ആമീൻ എന്ന് ചൊല്ലുന്നതോടൊപ്പം മലായികത്ത് അല്ലാഹുവിൻ്റെ മലക്കുകൾ ആമീൻ ചൊല്ലുമെന്നും ഫഇന്നഹു മൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. പിന്നിൽ നിസ്കരിക്കുന്ന മുഴുവൻ ആളുകളുടെയും കഴിഞ്ഞകാല തെറ്റുകൾ അല്ലാഹു മാപ്പ് ചെയ്തു കളയും. ഇമാമിൻ്റെ ആമീനോടുകൂടെ മഅ്മൂമിങ്ങളും ഒരുമിച്ച് ആമീൻ പറഞ്ഞാൽ, കാരണം അതോടൊപ്പം മലക്കുകളുടെ ആമീൻ നടക്കുന്നുണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരലോകത്ത് കത്തിജ്വലിക്കുന്ന ഒരു സൂര്യന്റെ നേർത്താഴെ നിന്ന് വിചാരണയെ പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ അല്ലാഹു തണൽ വിരിക്കുമെന്ന് പറഞ്ഞവരിൽ മസ്ജിദിനെ സ്നേഹിച്ച ആളുകളെ നബി തങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വമൻ ഖൽബുഹു യഹ്വിൽ മസാജിദ ദായിമൻ തഅല്ലുഖുഹു ഫീഹാ ബിഗൈരി സവാലി. മസ്ജിദിനോടൊരു സ്നേഹം. ഇവിടെ മുതഅല്ലിമീങ്ങൾ ദർസ് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണമുണ്ടോ, അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ, മസ്ജിദിന് എന്തെങ്കിലും ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതുണ്ടോ, അവിടെ വുളൂ എടുക്കാനും ശുദ്ധി വരുത്താനുമുള്ള സംവിധാനങ്ങളൊക്കെ വൃത്തിയുള്ളതാണോ, വൃത്തിയാക്കേണ്ടതുണ്ടോ, വാങ്ക് വിളിക്കാൻ ആളുണ്ടോ, ഉസ്താദിന് എന്തെങ്കിലും തിരക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് തുടങ്ങി മസ്ജിദുമായി അടുത്തൊരു നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ് എത്തുന്നത്, അങ്ങനെ ഇബാദത്തുമായി മസ്ജിദുമായി മനസ്സിനെ ബന്ധിച്ചിരിക്കുന്ന ഒരാൾ നാളെ പരലോകത്തെ അർശിന്റെ തണൽ അവർക്ക് ലഭിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ വിജയഗാഥയുമേന്തി മദീനയിലേക്ക് വന്നപ്പോൾ പ്രവാചക ജീവിതത്തെ നമുക്ക് രണ്ടായിട്ട് മാറ്റാൻ. ഒന്ന് ദ മക്കൻ പീരീഡ്, മറ്റേത് മദീനിയൻ പീരീഡ്. മക്ക കാലഘട്ടം 13 വർഷമാണ്. അന്ന് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല സ്വഹാബിമാർക്ക്. മദീന കാലഘട്ടം 10 വർഷമാണ്. ആ 10 വർഷത്തിലാണ് ബദറും ഉഹദും ഖന്ദഖും ഹുനൈനും തബൂക്കും മുഅ്തയും എല്ലാം നടക്കുന്നത്. ആ 10 വർഷത്തിനിടയിലാണ് നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും നിർബന്ധമാകുന്നത്. ആ 10 വർഷത്തിലാണ് മദ്യപാനവും പലിശയും നിരോധിക്കപ്പെടുന്നത്. ആ 10 വർഷത്തിനിടയിലാണ് അനന്തരാവകാശ നിയമങ്ങൾ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ലെജിസ്ലേഷൻ നടന്നതൊക്കെ മദീന കാലഘട്ടത്തിലാണ്. നിയമനിർമ്മാണങ്ങളെല്ലാം നടന്നത് മദീന കാലഘട്ടത്തിലാണ്. തിരുനബി മദീനയിലേക്ക് കടന്നു വന്ന ഉടനെ ചെയ്തത് 4 കാര്യങ്ങളാണ്. എന്താണത്? ഒന്ന്, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ. ആദ്യമായി മസ്ജിദ് എടുക്കുകയായിരുന്നു. അവിടുന്ന് ചെയ്തത് 4 എണ്ണം, പറഞ്ഞത് 4 എണ്ണം. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബ്ദുല്ലാഹിബ്നു സലാം അല്ലെങ്കിൽ അബ്ദുല്ലാഹിബ്നു സലാം എന്ന് പറയുന്നൊരു സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, തിരുമേനി വരുന്നതും കാത്ത് മദീന ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. അവര് പാടുന്നുണ്ട്, ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة മർഹബൻ യാ ഖൈറ ദാഇ. അന്ത്യപ്രവാചകരെ സ്വീകരിക്കാൻ വേണ്ടി മദീന ഒരുങ്ങി നിൽക്കുകയാണ് ആബാലവൃദ്ധം ജനങ്ങൾ. എപ്പോഴാണാവോ സനിയത്തുൽ വദാഇന്റെ കവാടത്തിലൂടെ അന്ത്യപ്രവാചകരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും എപ്പോഴാണ് കടന്നു വരുന്നത്? ആ കാഴ്ചയിൽ മദീനയിൽ ജീവിച്ചിരിക്കുന്ന ജൂതനായ പണ്ഡിതൻ അബ്ദുല്ലാഹിബ്നു സലാം അല്ലെങ്കിൽ അബ്ദുല്ലാഹിബ്നു സലാം എന്നറിയപ്പെടുന്ന ഹബ്റും മിൻ അഹ്ബാരിൽ യഹൂദ്, ജൂത പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, അന്ത്യപ്രവാചകൻ എനിക്കൊന്ന് കാണണം. ഒരന്ത്യപ്രവാചകൻ വരുന്നുവെന്ന് ബൈബിൾ പുസ്തകത്തിലുണ്ട്, ഓൾ ടെസ്റ്റമെന്റിലുണ്ട്. ദ ലോർഡ് കെയിം ഓൺ സിനായ് മൗണ്ട്, ദ ലോർഡ് കെയിം ഓൺ സിനായ് മൗണ്ട്,
shined on Seri. He came forth from Mount Paran. He came with 10,000s of saints. From his right hand there went a fiery law. അന്ത്യപ്രവാചകന്റെ വരവിനെ കുറിച്ച് സീനാ മലമടക്കുകളിൽ, സാഈർ കുന്നുകളിൽ, ജബലുൻ നൂറിന്റെ പാറാനിന്റെ മലമടക്കുകളിൽ ഉയർന്നു വന്ന പ്രഭയേതോ ആ പ്രഭയുമേന്തി അന്ത്യപ്രവാചകർ വരുമെന്ന പ്രഖ്യാപനം. അന്ത്യപ്രവാചകനെ ഒന്ന് കാണണം. എന്തായിരിക്കും ആ പ്രവാചകന്റെ ലക്ഷണം? ഇതൊക്കെ കാത്തിരിക്കുകയാണ്. തിരുമേനി അരികത്തേക്ക് വരുന്നു. അവിടെ ഒട്ടകപ്പുറത്ത് തൊട്ടു പിന്നിൽ ഒരൊട്ടകത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരുടെ വഴികാട്ടിയും ഗൈഡുമായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് മദീനയിലേക്ക് എത്തുകയാണ്. സനിയത്തുൽ വദാ, അവർ കടന്നു വന്ന ഒരു ചെറിയ കൊച്ചു പ്രദേശമാണ്. തിരുമേനിയെ ത്വലഅൽ ബദ്റു ചൊല്ലി എല്ലാവരും സ്വീകരിച്ചിരിക്കുകയാണ്. ഒരു നാട് ഇറക്കി വിട്ടപ്പോ, ആട്ടിയോടിച്ചപ്പോ മറ്റൊരു നാട് കൈനീട്ടി സ്വീകരിച്ചു. അതായിരുന്നു മദീന. മൻ ശാഅ അൻ യമൂത ഫിൽ മദീന ഫൽയമുത് ബിഹാ. എൻ്റെ മദീനയിൽ ആർക്കെങ്കിലും മരിക്കാൻ സാധിക്കുമെങ്കിൽ, ജീവിതത്തിന്റെ അവസാന കാലം മദീനയിൽ ചെലവഴിക്കാൻ സാധിക്കുമെങ്കിൽ അവരങ്ങനെ ചെയ്യട്ടെ. അവിടെ മരണപ്പെട്ടവർക്ക് എൻ്റെ ശുപാർശയുണ്ട് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നാട് വിട്ട് വരികയാണ്. അല്ലാഹുമ്മ ഇന്നി ഖറജ്തു മിൻ അഹബ്ബിൽ ബിലാദി ഇലൈ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് റബ്ബേ മക്ക. അതെന്റെ ജന്മനാടാണ്. അവിടെ ഞാൻ വളർന്ന എൻ്റെ കുട്ടിക്കാലം, എൻ്റെ ശൈശവം, എൻ്റെ യൗവനം, എൻ്റെ നുബുവത്ത് ഇതെല്ലാം മക്കയിലാണ്. പക്ഷേ ലൗലാ അന്ന ഖൗമകി അഖ്റജൂനി മാ ഖറജ്. മക്കയെ, നിന്റെ ആളുകൾ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ I wouldn't have left you. ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകില്ല. പക്ഷേ എനിക്ക് പോകേണ്ടി വരികയാണ്. അതുകൊണ്ട് അല്ലാഹുവേ, അല്ലാഹുമ്മ അദ്ഖിൽനി മുദ്ഖല സുദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സുദ്ഖ്. ഞാൻ ഇനി പോകുന്നത് ഇലാ അഹബ്ബിൽ ബിലാദി ഇലൈക്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട്ടിലേക്കാവണം. ഇതായിരുന്നു തിരുമേനിയുടെ പ്രാർത്ഥന. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇനി ഞാൻ പോകുന്നത്, ഞാൻ എത്തിപ്പെടേണ്ടത് അല്ലാഹുവേ നിനക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഒരു നാട്ടിലേക്കായിരിക്കണം. ആ നാടായിരുന്നു മദീനത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളൊക്കെ തിരുമേനിക്ക് ചുറ്റും കൂടിയിരിക്കുകയാണ്. അവർ ചോദിച്ചു നബിയോട്, തിരുമേനി അങ്ങ് എന്റെ വീട്ടിൽ താമസിക്കണം, എന്റെ കൂടെ ഭക്ഷണം കഴിക്കണം, എന്റെ വീട്ടിലാവണം അങ്ങയുടെ വിശ്രമം. ഓരോരുത്തരും തിരുമേനിയുടെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് തിരുമേനിയെ സ്വീകരിക്കാൻ വേണ്ടി പരസ്പരം മത്സരിക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു അതിൽ ഇടപെട്ടു പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വിളിച്ചാൽ തിരുമേനിക്ക് എങ്ങനെ ഉത്തരം കൊടുക്കാൻ പറ്റും? ഹൗ ക്യാൻ ദ മെസ്സഞ്ചർ ചൂസ് when so many of you welcome him? അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താം. തിരുമേനി പറയട്ടെ. അവിടുന്ന് പറഞ്ഞു, എന്റെ ഒട്ടകത്തെ നിങ്ങൾ വിട്ടേക്കണം. അർസിലൂഹ ഫഇന്നഹാ മഅ്മൂറ. എന്റെ ഒട്ടകം അത് നിയന്ത്രിക്കപ്പെടുന്നത് അല്ലാഹുവിനാലാണ്. അതുകൊണ്ട് എന്റെ ഒട്ടകം എവിടെയാണോ സ്വമേധയ അത് മുട്ടുകുത്തുന്നത്, ആ പരിസരത്തുള്ള തൊട്ടടുത്ത വീട്ടിൽ ഞാൻ താമസിക്കും. ഒട്ടകത്തിന്റെ കയർ അഴിച്ചുവിടുകയാണ്. ഖസ്വ എന്ന തിരുമേനിയുടെ ഒട്ടകം നടന്ന് നടന്ന് ഇന്ന് ഖുബാ മസ്ജിദ് നിൽക്കുന്ന ഭാഗത്തെത്തിയപ്പോ അവിടെ മുട്ടുകുത്തുകയാണ് ഉണ്ടായത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ തിരുമേനിയുടെ വായിലേക്ക് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫറഅയ്തു വജ്ഹഹു ഫഅറഫ്തു മാ ഹുവ ബിവജ്ഹി കദ്ദാബ്. തിരുമേനിയുടെ വെളിച്ചമുള്ള മുഖം ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് മനസ്സിലായി, ഇതൊരിക്കലും നുണ പറയുന്ന ആളല്ല. ഹി ഈസ് നോട്ട് എ ലയർ. തിരുമേനിയുടെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി, ഹി ഈസ് ട്രൂത്ത്ഫുൾ ആൻഡ് ഓണസ്റ്റ്. വളരെ സത്യസന്ധനായ, സത്യം മാത്രം കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് എന്ന് ആ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു തിരുമേനിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കാതോർക്കുകയായിരുന്നു. മദീനയിലെ ജനങ്ങൾ, പെണ്ണുങ്ങളുണ്ട്, കുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, വന്യവയോധികരുണ്ട്. അവരോട് എന്താണാവോ ആദ്യമായി പ്രവാചകർ പറയാൻ പോകുന്നത് എന്ന ആകാംക്ഷയോടുകൂടെ ഞാൻ കാത്തിരിക്കുകയാണ്. ഹിജ്റ കഴിഞ്ഞു വന്നതിന് ശേഷം മദീനയിൽ കാലുകുത്തിയിടം മുതൽ തിരുമേനി പറഞ്ഞ ആദ്യത്തെ ഹദീസാണിത്.
അതിന്റെ റാവി, ഹദീസ് റിപ്പോർട്ട് ചെയ്ത നരേറ്റർ അബ്ദുല്ലാഹി ഇബ്നു സലാം, അന്ന് അദ്ദേഹം ജൂതനായിരുന്നു. അദ്ദേഹം പറയുകയാണ്, തിരുമേനി പറയാൻ തുടങ്ങി, ഞങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയാണ്, ആ തിരുമുഖത്തേക്കാണ് എൻ്റെ കണ്ണുകൾ, അവിടുത്തെ വചനങ്ങൾ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ സാഗൂതം കാത്തു നിൽക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു തുടങ്ങി, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഓ മാൻകൈൻഡ്. മുസ്ലിമീങ്ങളെ മാത്രമല്ല അവിടുന്ന് അഡ്രസ് ചെയ്യുന്നത്, മനുഷ്യ സമൂഹത്തെ ഒന്നാകയാണ്. യാ അയ്യുഹന്നാസ്, അത് പറഞ്ഞപ്പോഴേക്കും ജനങ്ങൾ ശാന്തമാവുകയാണ്. നമ്മുടെ ടൈൽ കട്ട് ചെയ്യുന്നത് തൽക്കാലത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, ഒരു 20 മിനിറ്റ് ആ ടൈൽ കട്ട് ചെയ്യുന്ന സൗണ്ട്. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ശുസ്സലാം, അത്ഇമുത് തുആം, സിലുൽ അർഹാം, സല്ലൂ ബില്ലൈലി വന്നാസു നിയാം, തദ്ഖുലുൽ ജന്നത ബിസലാം. വളരെ മനോഹരമായ ഒരു ആശയം. ഈ മസ്ജിദ് ഇവിടെ നിലനിൽക്കുമ്പോഴേ ഖുബാ പള്ളി നിലവിൽ വന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് തിരുമേനി സംസാരിച്ച വാക്കുകളാണിത്. അതുകൊണ്ട് ഈ മസ്ജിദിന്റെ മുറ്റത്ത് നിന്ന് ആ വാക്കുകളെ നമുക്ക് വീണ്ടും ഒന്ന് ഓർത്തെടുക്കാം, ആ ആശയങ്ങളെ നമ്മുടെ മനസ്സുകളിലേക്കൊന്ന് സ്വാംശീകരിക്കാം. അയ്യുഹന്നാസ്, ഓ മാൻകൈൻഡ്, ജനങ്ങളെ, അഫ്ശുസ്സലാം, സ്പ്രെഡ് പീസ്, സമാധാനം പ്രചരിപ്പിക്കുക. അത്ഇമുത് തുആം, ഫീഡ് പീപ്പിൾ, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. സിലുൽ അർഹാം, കീപ് അപ്പ് യുവർ ഫാമിലി ടൈസ്, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. സല്ലൂ ബില്ലൈലി വന്നാസു നിയാം, സ്റ്റാൻഡ് അപ്പ് ഇൻ പ്രേയർ വൈൽ പീപ്പിൾ ആർ അസ്ലീപ്, ജനങ്ങളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, നിസ്കരിക്കാൻ വേണ്ടി പാതിരാത്രിയിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. തദ്ഖുലുൽ ജന്നത ബിസലാം, you shall enter paradise in peace, സമാധാനത്തോടെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റും. സ്വർഗ്ഗത്തിന്റെ പേര് ദാറുസ്സലാം, അല്ലാഹുവിന്റെ ഒരു പേര് അസ്സലാം. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം. നമ്മുടെ മസ്ജിദുകളിൽ നിസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, വലതുഭാഗത്തും ഇടതുഭാഗത്തും ഒരു പ്രാർത്ഥന നിർവഹിക്കുന്ന മനുഷ്യന്റെ ചുറ്റുവട്ടങ്ങളിൽ സമാധാനം പ്രചരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പ്രാർത്ഥന നമ്മുടെ നിസ്കാരം അവസാനിക്കുന്നത്. എത്ര മനോഹരമാണത്! എന്നിട്ട് പറയുന്ന വാക്കാണ് അല്ലാഹുമ്മ അൻതസ്സലാം, ഓ അല്ലാഹ്, യു ആർ ദ സോഴ്സ് ഓഫ് പീസ്, സമാധാനത്തിന്റെ, മനസ്സിന്റെ ശാന്തിയുടെ ഉറവിടം അല്ലാഹുവേ നീയാണ്. വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം, all peace return to you, എല്ലാ സമാധാനങ്ങളും മടങ്ങുന്നത് നിന്നിലേക്കാണ്. തബാറക്ത റബ്ബന വതആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം, ഓ അല്ലാഹ്, യു ആർ എക്സാൽറ്റഡ് ഇൻ മൈറ്റ്, നീ ഏറ്റവും മഹോന്നതനാണ്, പരിശുദ്ധനാണ്, സർവശക്തനാണ്. അല്ലാഹുവിന്റെ പേര് അസ്സലാം. സ്വർഗ്ഗത്തിന്റെ പേരുകളിൽ ഒന്ന് ദാറുസ്സലാം, സമാധാനത്തിന്റെ വീടെന്നാണ്. നബി തങ്ങൾ ആദ്യം പറഞ്ഞത് സമാധാനം പ്രചരിപ്പിക്കണമേ. തിരുമേനിയുടെ ആ ഒരു സത്യ പ്രബോധനത്തിന്റെ വസന്തവുമായി മദീനയിൽ കടന്നു വരുമ്പോ അവിടെ നിന്ന് ആഗ്രഹിച്ചത് ഒരിക്കലും ബ്ലഡ് ഷെഡ് അല്ല, അവിടെ രക്തം ഒഴുകണമെന്നല്ല, മറിച്ച് സമാധാനമാണ്. ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മക്കയിൽ നിന്ന് പെർസിക്യൂഷൻ, കഠിനമായ മർദ്ദനം സഹിക്കാൻ കഴിയാതെ മദീനയിൽ വന്നപ്പോഴേ, മദീനയിലേക്ക് എത്തിയ മക്കയിലെ മുസ്ലിമീങ്ങളുടെ സർവ്വസമ്പത്തും മക്കയിലെ മുശ്രിക്കുകൾ കൊള്ളയടിച്ചപ്പോ ഹംസ റളിയല്ലാഹു അൻഹു നബിയോടൊന്ന് യാചിക്കുന്നുണ്ട്, നബിയെ, ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ സമ്മതം തരൂ നബിയെ. ഐ നോ ഹൗ യു ഹേറ്റ് സോഡ്, വാള് എത്രക്കങ്ങ് വെറുപ്പാണെന്ന് എനിക്കറിയാം നബിയെ. പക്ഷേ നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ അവര് നമ്മുടെ മേക്കെട്ട് കയറുകയാണ്, നമ്മൾ മിണ്ടാതിരുന്നാൽ അവര് നമ്മുടെ അസ്തിത്വം പിടിച്ചടക്കുകയാണ്, നശിപ്പിക്കുകയാണ് നബിയെ. ഞങ്ങളുടെ അവകാശമല്ലേ, ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് നേടിയെടുക്കാൻ യുദ്ധമല്ല ഞങ്ങൾ ചോദിക്കുന്നത്, പ്രതിരോധിക്കാൻ അനുമതി തരണം എന്ന് തിരുമേനിയോട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അവിടുന്ന് പറഞ്ഞു, നബിയെ, അങ്ങേക്ക് വാള് വെറുപ്പാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ പ്രതിരോധമില്ലെങ്കിൽ ഒരു നാടും നഗരവും കൃഷിയും എല്ലാം നശിച്ചു പോകും നബിയെ. തിരുമേനി എങ്ങനെയാണ്, അവിടത്തേക്ക് യുദ്ധം ഇഷ്ടമില്ലായിരുന്നു. നിങ്ങളൊക്കെ പറയുമ്പോ ബദറും ഉഹദും ഖന്ദഖും ഹുനൈനും ഒക്കെ നടന്നില്ലേ എന്ന് ചോദിക്കും. ബദറും ഉഹദും ഖന്ദഖും ഹുനൈനും
തബൂക്കും ഇനി മൂച്ചയും എടുത്തു നോക്കൂ. ഈ യുദ്ധങ്ങളിലെല്ലാം മുസ്ലിമീങ്ങളും അല്ലാത്തവരും ശത്രുക്കളും തമ്മിൽ നടന്ന ഈ യുദ്ധങ്ങളിൽ രണ്ട് വശത്തു നിന്നും മരണപ്പെട്ടവരുടെ ആകത്തുക എത്രയെന്നറിയോ? യുക്രൈൻ യുദ്ധത്തിൽ എത്ര മരിച്ചു? എത്ര ലക്ഷങ്ങൾ? ഒന്നാലോചിച്ച് നോക്കി. രണ്ടാം ലോകമഹായുദ്ധം, ഒന്നാം ലോകമഹായുദ്ധം, അമേരിക്കൻ സിവിൽ വാർ, ഫ്രഞ്ച് റവല്യൂഷൻ, ലോകത്ത് നടന്ന വലിയ വലിയ വിപ്ലവങ്ങൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, എത്ര ആൾ മരിച്ചു? ലക്ഷങ്ങളാണ്. വേൾഡ് വാർ 1 and 2 സെക്കൻഡും 1ലും 2ലും മരിച്ചത് മില്യൺ കണക്കിന് ആളുകളാണ്, ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ്. ഇസ്ലാമിന്റെ യുദ്ധമാണ് ബദർ ഉഹദ് എന്നൊക്കെ പറയുമ്പോൾ യുദ്ധം എന്ന് പേര് വിളിക്കുന്നത് ശരി തന്നെയാണ്. മുസ്ലിമീങ്ങളിലും ശത്രുക്കളിലും മരണപ്പെട്ടത് 1200-ൽ താഴെയാണ്. ഇത് മനസ്സിലാക്കണം. അന്ന് മക്കയിലെ പോപ്പുലേഷൻ 60,000-ആണ്. മദീനയിലുണ്ട് തത്തുല്യമായ പോപ്പുലേഷൻ. പക്ഷേ തിരുമേനിക്ക് യുദ്ധം ഇഷ്ടം. നമ്മൾ എന്തിനെ യുദ്ധം എന്ന് വിളിക്കുന്നു എന്ന് പോലും അറിയില്ല. 40 യുദ്ധങ്ങളിൽ മരണപ്പെട്ടതിന്റെ കണക്ക് 1200-ൽ താഴെയാണ്. മുസ്ലിമീങ്ങൾ യുദ്ധം എന്ന് പറയുന്നവർക്ക് എന്തെങ്കിലും അത് പറയാനുള്ള അവകാശമുണ്ടോ? തിരുമേനി പറഞ്ഞു, അഫ്ശുസ്സലാം, നിങ്ങൾ സമാധാനം പ്രചരിപ്പിക്കണം. എല്ലാം പ്രതിരോധമായിരുന്നില്ലേ? മദീനയിലേക്ക് നാട് കടന്നു പോയിട്ട് ആ മദീനയിൽ പോലും സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോഴല്ലേ തിരിച്ച് പ്രതിരോധിക്കാനുള്ള അനുമതി ഖുർആൻ നൽകിയത്? അപ്പോഴും യുദ്ധം ചെയ്യാനല്ല പറഞ്ഞത്. നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് അനുമതി നൽകപ്പെട്ടിരിക്കുന്നു. ഖുർആനിൽ യുദ്ധത്തിന് അനുമതി നൽകപ്പെട്ട ആയത്ത് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഅന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. Permission has been granted for those who are being fought. ആരോടാണോ യുദ്ധം ചെയ്യപ്പെടുന്നത് അവർക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ള അനുമതി നൽകപ്പെട്ടിരിക്കുന്നു. അതാണ് ബദർ, അതാണ് ഉഹദ്, അതാണ് ഖന്ദഖ്. ഇതൊക്കെ മദീനയുടെ പേരാ. മദീനയിൽ ഇങ്ങോട്ട് ശത്രുക്കൾ വന്നതാ, മുസ്ലിമീങ്ങൾ അങ്ങോട്ട് പോയതല്ല. അങ്ങനെയാണെങ്കിൽ പേര് മക്കയുടെ പേരാ വരിക, യുദ്ധങ്ങളുടെ പേര് മദീനയുടെ പേരാ. എന്താ അതിനർത്ഥം? മുസ്ലിമീങ്ങളുടെ മദീനത്തായിരുന്നു. അങ്ങനത്തെ നിരപരാധികളുടെ മേലാണ് യുദ്ധത്തിന്റെ പാപഭാരം കെട്ടിവെക്കുന്നത്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന്. നമ്മൾ ചരിത്രം പഠിക്കണം, നമ്മുടെ ചരിത്രം നമ്മൾ പഠിക്കണം. 40 യുദ്ധങ്ങളിൽ മരണപ്പെട്ടത് ശത്രുക്കളിലും മുസ്ലിമീങ്ങളിലും 1200-ൽ താഴെയാണ്. 1200-ൽ താഴെ 40 യുദ്ധങ്ങളിൽ. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്ക്, 40ലേക്ക് 1200 ഡിവൈഡ് എത്ര കാണുന്നു? തിരുമേനി പറഞ്ഞു, അഫ്ശുസ്സലാം, we have to spread peace. സമാധാനം പ്രചരിപ്പിക്കണം. അസ്സലാമു അലൈക്കും എന്ന് പറയണം. ആരും ആരോടും മുഖം ചുളിക്കരുത്. പിണങ്ങി നിൽക്കുന്നവർ മിണ്ടണം. ഇതൊരു ക്ഷണികമായ ജീവിതമാണ്. 60-70 വർഷം എന്നത് തീപ്പൊരി പാറുന്ന പോലെ തീർന്നു പോകുന്ന കാലമാണ്. 80 വയസ്സാകുന്ന ഒരാൾക്ക് പോലും അറിയുന്നില്ല 80 ആണ്ട് ഞാൻ ഈ ഭൂമുഖത്ത് ജീവിച്ചുവെന്ന്. എത്ര പെട്ടെന്നാണ് വാപ്പയായത്, വല്ലിപ്പയായത്, മുത്തച്ഛനായി മാറിയത്. എത്ര പെട്ടെന്നാണ് കാലം കഴിഞ്ഞു പോയത്. ആ ഒരു കൊച്ചു കാലഘട്ടത്തിനിടയ്ക്ക് നിങ്ങൾ പിണങ്ങരുത്. വൈരാഗ്യവും വിദ്വേഷവും അസൂയയും വെച്ച് നിങ്ങളുടെ മനസ്സിനെ നശിപ്പിക്കരുത്. അഫ്ശുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണമേ. അത്ഇമുത്ത്വആം, ഭക്ഷണം വിതരണം ചെയ്യണം. ആർക്ക്? എല്ലാവർക്കും. പട്ടിണി കിടക്കുന്നവർക്കും അല്ലാത്തവർക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സർവ്വ മനുഷ്യർക്കും ഭക്ഷണം വിളമ്പിക്കൊടുക്കൻ. ആദ്യത്തെ പ്രഖ്യാപനമാണത്, നബുവത്തിന്റെ ആദ്യത്തെ പ്രഖ്യാപനം. നമ്മുടെ മസ്ജിദുകളുടെയൊക്കെ പുനരുദ്ധാരണങ്ങൾ നടക്കുമ്പോഴേ റബീഉൽ അവ്വൽ ഉണ്ടാകുമ്പോൾ മഹാന്മാരായ ബദരീങ്ങൾ അനുസ്മരിക്കുന്ന ബദരീങ്ങളുടെ ആണ്ടുകൾ ഉണ്ടാകുമ്പോഴേ നമ്മൾ ഭക്ഷണ വിതരണം ചെയ്യാറുണ്ട്, അന്നദാനം. എന്തേ? അത് തിരുമേനിക്ക് അത്രമേൽ ഇഷ്ടമായിരുന്നു. ഭക്ഷണം കൊടുക്കുക. പിന്നെ പറഞ്ഞു, സുലുൽ-അർഹാം, നിങ്ങളുടെ രക്തബന്ധങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കണമേ. ഉമ്മയും ഉപ്പയും, ഉപ്പയുടെ സഹോദര സഹോദരിമാർ, ഉമ്മയുടെ ജ്യേഷ്ഠന്മാരും അനിയന്മാരും അനിയത്തിമാരും ജ്യേഷ്ഠത്തിമാരും, സഹോദരങ്ങളുടെ മക്കള്, മക്കളുടെ മക്കള്, നിങ്ങളുടെ ചോരബന്ധങ്ങളെ നിങ്ങൾ മുറിച്ചു മാറ്റരുത്. അവരൊരു പക്ഷേ നിങ്ങളോട് മോശമായി പെരുമാറി കാണും, നിങ്ങളോട് അസൂയയുടെ വാക്കുകൾ അവർ പറഞ്ഞു കാണും. നിങ്ങളുടെ മനസ്സിനെ നോവിക്കുന്ന വാക്കുകൾ ചിലപ്പോ കുപ്പിച്ചില്ല് പോലെ തറക്കുന്നത് ചിലരുടെ വായിൽ നിന്ന് വരാറുണ്ട്.
അത് നിങ്ങളുടെ ബന്ധുക്കളുടേതാണെങ്കിൽ സദയം ക്ഷമിക്കണേ, അല്ലെങ്കിലും ക്ഷമിക്കണം. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റരുത്. ഞാൻ ഇനി അവരോട് മിണ്ടില്ലെന്ന് പറയരുത്, അവരെ വിളിച്ചാലും ഞാൻ പോവില്ലെന്ന് പറയരുത്. കുടുംബ ബന്ധങ്ങൾ സുദൃഢമാവണേ. തിരുമേനി പറയാ, അവിടെ രണ്ട് കുടുംബങ്ങൾ തമ്മിലടിക്കുന്ന കാലമാണ്. ഒരു കുടുംബത്തിന്റെ പേര് ഔസ്, മറ്റൊരു കുടുംബത്തിന്റെ പേര് ഖസ്റജ്. അവരെ ഒരുമിപ്പിച്ച നബിയാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം ഒരു കാര്യം പറഞ്ഞു, ഇതൊക്കെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. സമാധാനം പ്രചരിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക, കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കുക, പരിപാലിക്കുക, ആ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക. നാലാമതായി, ഫർള് നിസ്കാരത്തെ 5 നേരത്തെ നിസ്കാരം നിർവഹിച്ച് നിങ്ങൾ പോയി അവസാനിക്കരുത്. നിങ്ങളും പടച്ചവരും തമ്മിൽ ഒരു പ്രൈവറ്റ് ബന്ധം വേണം, ഒരു പ്രൈവറ്റ് ബന്ധം വേണം. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കും, ഇതൊരു കോമൺ ബന്ധമാണ്. നിങ്ങൾ ഓരോരുത്തരെയും ആസ് ഇൻഡിവിജ്വൽസ്, എനിക്കറിയുന്ന ആളുകൾ വളരെ കുറച്ചേ ഈ സദസ്സിലുള്ളൂ. പക്ഷേ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്നത് അത് മറ്റൊരു ലെവലാണ്. പടച്ചതമ്പുരാനോട് നിങ്ങൾ മസ്ജിദിൽ നിസ്കരിക്കുന്നു ജമാഅത്തായിട്ട്, വീട്ടിൽ ചെന്ന് മറ്റ് ജനങ്ങളെല്ലാം കിടന്നുറങ്ങുന്ന നേരത്ത് സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റ് ഒന്ന് വുദു എടുത്ത് 2 റക്അത്തെങ്കിലും അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ സുന്നത്ത് തഹജ്ജുദ് നിസ്കരിക്കണമേ. ആദ്യം പറഞ്ഞ നിർദ്ദേശം അതാ. ആദ്യം പറഞ്ഞ ഹദീസിൽ തഹജ്ജുദ് ഉണ്ട്. എന്നിട്ട് പറഞ്ഞു തദ്ഖുലുൽ ജന്നത ബിസലാം. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനുണ്ടോ ഫർള് ഖളാക്കുന്നത്? തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടോ തെറ്റിലേക്ക് പോകുന്നു? തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾ നിർബന്ധമായും ഫജ്ർ സുബ്ഹി നിസ്കാരം നിർവഹിച്ചിരിക്കും. മൻ സ്വല്ലൽ ഫജ്റ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ഫജ്ർ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. ഫലാ തുഖ്സിറുല്ലാഹ മിൻ ദിമ്മത്തിഹി ഷൈആ. അതുകൊണ്ട് ഡോണ്ട് ഗോ ടു ബോദർ ദോസ് പീപ്പിൾ. അല്ലാഹുവിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ആളുകളെ ശല്യപ്പെടുത്താൻ പോവരുതേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നബി തങ്ങൾ പറഞ്ഞത്. പിന്നെ ചെയ്തത് 4 കാര്യങ്ങളാണ്. ഒന്ന്, മസ്ജിദ് ഖുബാ. ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തിയത് അവിടെ നബി തങ്ങൾ പറഞ്ഞു, ഇവിടെ നമുക്കൊരു വീട് പണിയണം. എ ഹൗസ് ഫോർ അല്ലാഹ്. എനിക്ക് താമസിക്കാനുള്ള വീടല്ല, അല്ലാഹുവിന്റെ ഒരു വീട്. ആ വീടിന് നബി തങ്ങൾ ഇട്ട പേരാണ് മസ്ജിദ് ഖുബാ. ലമസ്ജിദുൻ നുസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗം من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം, തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് മദീനയിൽ ഒരു പാരയായ മസ്ജിദ്, മുസ്ലിമീങ്ങളായ സ്വഹാബിമാർ നിസ്കരിക്കുന്ന പള്ളിക്ക് പകരമായി കപട വിശ്വാസികൾ മസ്ജിദുൽ ദിറാർ എന്നൊരു പള്ളി ഉണ്ടാക്കിയപ്പോ ആ മസ്ജിദിന് ഒരു മസ്ജിദ് അവർ ഉണ്ടാക്കിയത് അല്ലാഹുവിന്റെ പേരാണ്. വല്ലദീന ഇത്തഖദൂ മസ്ജിദൻ ദിറാറാ. മസ്ജിദുൽ ദിറാർ മുസ്ലിമീങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കിയ പള്ളി, മുസ്ലിമീങ്ങളുടെ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്താനുണ്ടാക്കിയ പള്ളി എന്ന് ഖുർആൻ അതിനെ പേര് വിളിച്ചു. അത് പൊളിച്ചു കളയാൻ പറഞ്ഞു. ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് അല്ലാഹുവിന്റെ റസൂലിനോട് വരാൻ പറയുകയും ചെയ്തു അന്നത്തെ കപട വിശ്വാസികൾ. നബിതങ്ങൾ ആ പള്ളിക്ക് വേണ്ടി പോകാൻ ഒരുങ്ങുമ്പോഴാണ് വഹി വരുന്നത്, നബിയേ ലാ തഖും ഫീഹി അബദാ. ഒരിക്കലും ആ മസ്ജിദിലേക്ക് അങ്ങ് പോകരുത്. കാരണം ആ മസ്ജിദിന്റെ നിർമ്മാണത്തിന്റെ ലക്ഷ്യം മറ്റൊന്നാണ്. എന്തല്ല? അല്ലാഹുവിലേക്ക് അടുക്കലല്ല. അതുകൊണ്ട് അങ്ങ് നിസ്കരിക്കാൻ ഏറ്റവും കടപ്പെട്ടത് മസ്ജിദ് ഖുബയാണ്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. മദീനയിൽ കടന്നു വന്നതിന്റെ ഉടനെ ആദ്യ ദിവസം തന്നെ തഖ്വയിൽ, അല്ലാഹുവിനോടുള്ള ചിന്തയിൽ, പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏതൊരു മസ്ജിദാണോ നിർമ്മിക്കപ്പെട്ടത് ആ പള്ളിയിലാണ് നബിയെ അങ്ങ് പോകേണ്ടത്. ഈ പള്ളിയിൽ പോകരുത്. മസ്ജിദുൽ ദിറാർ അത് കപട വിശ്വാസികൾ ഈ ഉമ്മത്തിന്റെ മനസ്സിനെ കീറിമുറിക്കാനുണ്ടാക്കിയതാണ്. ലമസ്ജിദുൻ നുസ്സിസ അല തഖ്വാ.
ആ ഖുബായിലേക്കാണ് എല്ലാ ശനിയാഴ്ചയും മദീനയിൽ നിന്ന് വുളു എടുത്ത് ദുഹാ നിസ്കരിക്കാൻ നബി തങ്ങൾ പോയിരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ആരെങ്കിലും വീട്ടിൽ നിന്ന് വുളു എടുക്കുകയും എൻ്റെ ഈ പള്ളിയിൽ വന്ന് നിസ്കരിക്കുകയും ചെയ്താൽ അവർക്ക് ഉംറ ചെയ്ത കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം ചെയ്തത് മസ്ജിദ് ഖുബാ നിർമ്മിച്ചു. ആ നാട്ടിലെ ജനങ്ങളെ അല്ലാഹുമായി ബന്ധിപ്പിച്ചു. ഇങ്ങനൊരു ഗ്രൗണ്ടും സംവിധാനങ്ങളും എവിടെയുണ്ടെങ്കിൽ നിർബന്ധമായും ആത്മീയമായ പ്രബുദ്ധതയുണ്ടാക്കുന്ന പടച്ച തമ്പുരാനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ജീവിത ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ബോധമുണ്ടാക്കുന്ന പ്രഭാഷണങ്ങളും വഅദുകളും ഉറുദികളും നസീഹത്തുകളും ഇവിടെ നടക്കണം. എങ്കിലാണ് ഈ മസ്ജിദിന്റെ ആനന്ദം നമുക്ക് നിലനിർത്താൻ കഴിയൂ. ഈ മസ്ജിദ് വെറും ഒരു ചുമരിനാലല്ല കേണ്ടത്. തിരുമേനി രണ്ടാമത് ചെയ്തത് ആഹാ ബൈനൽ അൻസാരി വൽ മുഹാജിരീൻ, പാവപ്പെട്ട മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളെയും മദീനക്കാരായ കർഷകരായ മുതലാളിമാരായ അൻസ്വാരികളെയും രണ്ടുപേരെയും നിർത്തിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, today a man from Medina should embrace a man from Mecca. മക്കയിൽ നിന്ന് വന്ന പാവപ്പെട്ട ഒരാളെ മദീനയിലെ ഒരു മുതലാളി ഒരാളെ ഏറ്റെടുക്കണം. അങ്ങനെ ഓരോരുത്തരെ ഏറ്റെടുക്കണം. നാട്ടിൽ ദാരിദ്ര്യമില്ലാതെയാവണം. നാട്ടിൽ പട്ടിണി കിടക്കുന്ന ആളുകൾ ഉണ്ടാകരുത്. അതുകൊണ്ട് മദീനയിലെ കർഷകർ മക്കയിൽ നിന്ന് വന്ന മുസ്ലിമീങ്ങൾ ഓരോരുത്തരെയും ഏറ്റെടുത്തു എന്ന് മാത്രമല്ലല്ലോ അവർ ചെയ്തത്, സ്വന്തം വീട് പകുതിയാക്കി. പകുതി തന്റെ കൂട്ടുകാർ. നാട് അറിയില്ല, വീടറിയില്ല, തറവാടറിയില്ല, ഒന്നറിയാം, അദ്ദേഹം ഒരു നല്ല മുസ്ലിമാണ്, വിശ്വാസിയാണ്, തിരുമേനിയുടെ കൂടെ വന്നവരാണ്. പകുത്തു കൊടുത്തു. 2 ഭാര്യമാരുള്ളവർ അവരുടെ 2 ഭാര്യമാരിൽ ഒരാളെ തന്റെ കൂട്ടുകാരൻ ഇഷ്ടപ്പെടുന്നത് ആരെയോ അവരെ തൊലാക്ക് ചൊല്ലി അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ ഏർപ്പാടുകൾ ചെയ്തു. എന്തൊരു മനോഹരമായ സൗഹൃദം. ഒരു മുതലാളി ഒരു പാവപ്പെട്ടവനെ ഏറ്റെടുക്കുക. നമ്മൾ ആ മഹലിലൊക്കെ ചെയ്തൂടെ? എല്ലാവർക്കും ഒരു ചാരിറ്റിയോ ഒരു കിറ്റോ കൊടുത്താലൊന്നും ഒരാളുടെയും ദാരിദ്ര്യം തീരൂല. നേരെ മറിച്ച് 1-2 വീടുകൾ, ആ വീടുകളുടെ ഉത്തരവാദിത്വം ഇതാ നമ്മുടെ ഇന്ന ആള്, ആ വീട്ടുകാർ നോക്കട്ടെ, അവർക്കുള്ള ഭക്ഷണം, എന്തെങ്കിലും മെഡിസിന് ബുദ്ധിമുട്ട് വന്നാൽ കഴിയുമെങ്കിൽ അവർ നോക്കട്ടെ, അവർക്ക് കഴിയില്ലെങ്കിൽ കമ്മിറ്റി സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഒരു സിസ്റ്റം ഒരു മഹല്ലിൽ വരേണ്ടതുണ്ട്. മൂന്നാമത് നബി തങ്ങൾ പറഞ്ഞു, 2 കുടുംബങ്ങൾ തമ്മിൽ പിണക്കത്തിലാണ്. സംഘടനകൾ തമ്മിൽ പിണക്കുണ്ടാവും. ചില നാടുകളിൽ മഹല്ല് കമ്മിറ്റികൾ തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടാകും. ആ പിണക്കങ്ങളെ സെറ്റിൽ ചെയ്യണം, പരിഹരിക്കണം, ഇളവ് ചെയ്യണം, കോംപ്രമൈസ് ചെയ്യണം, ഈഗോ താഴെ വെക്കണം. അല്ലാഹുവിന് വേണ്ടി പച്ച മനുഷ്യരായി ഇബാദത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് നിൽക്കണം. വിഭാഗീയതകളെ പരിഹരിച്ചു നബി തങ്ങൾ. മൂന്നാമത്തേതാണ്. പിന്നെ പറഞ്ഞു, നിങ്ങൾ സാമ്പത്തികമായി മുന്നോട്ട് വരണം, സൂക്കിലേക്ക് വരണം, കച്ചവടം ചെയ്യണം. അലൈക്കും ബിസ്സൂഖ്. സ്വഹാബികളോട് പറഞ്ഞ നബിയുടെ വാക്കാണ്, നിങ്ങൾ വ്യവസായത്തിലേക്ക് വരണം, നിങ്ങൾ കച്ചവടം ചെയ്യണം. സത്യസന്ധമായ കച്ചവടക്കാർ പ്രവാചകന്മാരുടെ കൂടെയാണ്. ഈ 4 തിരുമേനി ചെയ്തത്, പറഞ്ഞതും 4. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമൻ ഹദറ മഅനാ വഗാബ